ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്കൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. ഈ ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ ബിരിയാണി ആട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ സവാള വഴറ്റുമ്പം എപ്പോഴും നമ്മൾ ഈ അടി കട്ടിയുള്ള പാത്രം വെക്കണം. അപ്പോഴാണ് നമുക്ക് നന്നായി വഴന്ന് കിട്ടത്തുള്ളൂ സവാള ഒക്കെ കേട്ടോ. അങ്ങനത്തെ സവാള ഇട്ട് നല്ല മൂപ്പിച്ചെടുക്കണം കേട്ടോ സവാള, എന്നാലേ നമുക്ക് ബിരിയാണിക്ക് ടേസ്റ്റ് കൊടുത്തുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വഴന്ന് ബാക്കിയുള്ള മസാല ഇട്ടിട്ട് കാര്യമില്ല. ഈ സവാളയിലാണ് നമുക്ക് ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അത് നല്ല വഴന്ന് കിട്ടണം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് മൂന്നും ചതച്ചത് ഇടുക കേട്ടോ. അതിൻ്റെ പച്ചമണം മാറിയ ശേഷം തക്കാളി നല്ല വഴറ്റണം കേട്ടോ. നല്ല പേസ്റ്റ് രൂപത്തിൽ വഴറ്റണം, അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് മൂന്നും വഴറ്റിയതിന് ശേഷം എല്ലാം വഴറ്റണം കേട്ടോ. അതിന് ശേഷം ബിരിയാണി മസാല കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ. അത് നന്നായി യോജിക്കണം. ബിരിയാണി മസാല ചേർത്തിട്ടും ഈ ബിരിയാണി വെക്കുമ്പോൾ അതിന് ഈ മസാല ഉണ്ടാക്കുമ്പോൾ നന്നായി വഴറ്റുക. അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. ശ്രദ്ധിക്കണം, ടേസ്റ്റ് കൂടാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നന്നായി വഴറ്റണം. അതിനിതാ ഈ മസാല ഒക്കെ വഴറ്റി അത് സെറ്റാക്കി വെക്കാം. ഇനി അത് സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇനി കുറച്ച് തൈര് ഒഴിക്കണം കേട്ടോ. കുറച്ച് പുളിപ്പിന് ഈ മസാലയിൽ പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തൈര് ഒഴിക്കണം. തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. ചിക്കനിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും തേച്ചിട്ട് അരമണിക്കൂർ നമ്മൾ അവിടെ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് മസാല ചിക്കനിൽ പിടിക്കും. മസാല എല്ലായിടത്തും കിട്ടുന്ന രീതിയിൽ നന്നായി ഇളക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ മസാലയും ഈ ചിക്കനും ഒക്കെ നല്ല മിക്സ് ചെയ്യുക. നല്ല മിക്സ് ചെയ്ത് ഈ ചിക്കനിൽ വെള്ളം ഇങ്ങനെ ഊറി വരുമല്ലോ, അങ്ങനെ ആ ഒരു സ്റ്റേജിലെത്തണം. അപ്പോൾ ഇതാ കണ്ടില്ലേ, അതിലേക്ക് എന്നിട്ട് മല്ലിച്ചപ്പും പുതിനയിലും ഒക്കെ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് വെക്കാം. അതിൻ്റെ ചാറ് വറ്റിച്ച് എടുക്കരുത് കേട്ടോ. ആ ചാറുണ്ടല്ലോ അത് വേണം. അത് നമുക്ക് കുറച്ചുകൂടി മാറ്റി വെക്കണം കേട്ടോ. അതെന്തിനാ വെച്ചാൽ റൈസിലിടാനാണേ. അങ്ങനെ അത് ഓക്കെ. ഇനി നമുക്ക് റൈസിൻ്റെ പരിപാടി നോക്കാം. അതാ വെള്ളം വെച്ചു. ഇത് റൈസ് ഊറ്റിയെടുക്കണ കാരണം നമുക്ക് കൂടുതൽ വെള്ളം വെക്കാം കേട്ടോ. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ പെരിഞ്ജീരകം അതൊക്കെ ചേർത്തിട്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാം. പിന്നെ കുറച്ച് തിളയ്ക്കാനാവണ നേരത്ത് ഈ ചെറുനാരങ്ങ നീര് ഒഴിക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഡാൽഡയും. അങ്ങനെ ഇതാ നല്ല തിളച്ച് വരുന്ന കണ്ടില്ലേ. ആ തിളച്ച് വരുന്നതിലേക്ക് നമ്മളിനി അരിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. തിളച്ച് വരുമ്പോൾ മാത്രമേ അരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. വെള്ളം ചൂടായി വിചാരിച്ചിട്ട് ഇട്ട് കൊടുക്കരുത്. തിളയ്ക്കണം. നന്നായി തിളച്ചാലേ അതിന് കറക്റ്റ് വേവ് നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ചോറൊക്കെ വെന്ത് അത് ഊറ്റി വേറെ സെപ്പറേറ്റ് ഊറ്റി വെച്ച് ഇനി അടുത്തത് ദമ്മിൻ്റെ പരിപാടി കേട്ടോ. ഞാൻ അത് വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ ദമ്മിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അടി കട്ടിയുള്ള പാത്രമാണ് എപ്പോഴും എടുക്കേണ്ടത് കേട്ടോ. ദമ്മിടുമ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഈ മസാല ഇടുക. അതിന് ശേഷം കുറച്ച് ചോറിടുക. ചോറ് എല്ലായിടത്തും പാകാവുന്ന രീതിയിൽ, എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ചോറിടണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെയ്യ് ഒഴിക്കണം കേട്ടോ. ഡാൽഡ കൂടുതൽ ഒഴിക്കരുത് കേട്ടോ, കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ. പിന്നെ നെയ്യാണ് നന്നായി ഒഴിക്കരുത്. എന്ന് വെച്ചാൽ 6 kg നെയ്യൊക്കെ ഇല്ലേ, അതാണ് ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുക. അങ്ങനെ അത് ഇട്ടതിന് ശേഷം പിന്നെ ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ സവാള ഒക്കെ വഴറ്റി വെച്ചില്ലേ, അത് ലെയറായി ഇങ്ങനെ ഈ ചിക്കൻ മസാലയും റൈസും ഈ സവാള ഇതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ലെയറായി ഇടണം കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ചിക്കൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചാറ് മാറ്റി വെക്കണമെന്ന്. അത് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ചേർക്കണം കേട്ടോ. ഇതാ ഈ ചോറും ചിക്കൻ മസാലയും ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തില്ലേ, ഈ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരി ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ചാറും കൂടിയിട്ട് ഈ ചോറിൽ ഒഴിക്കണം. ഇതിങ്ങനെ ലെയറാക്കി ഇടുമ്പോൾ ഒഴിക്കണം. എന്ന് വെച്ചാൽ ഈ മസാല ഈ ചോറിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചാറ് ഇങ്ങനെ ഒഴിക്കണത് കേട്ടോ. അങ്ങനെ ഇടണം, ശ്രദ്ധിക്കണം കേട്ടോ. വേണമെങ്കിൽ ലെയറായി ഇടുമ്പോൾ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ലാസ്റ്റ് ആ ചാറ് ഒഴിച്ചാലും മതി. ബിരിയാണി പല രീതിയിൽ വെക്കാം കേട്ടോ. പിന്നെ ചിക്കൻ വറുത്തിട്ട് വെക്കാം, പല രീതിയിലും വെക്കാം. ഇത് പെട്ടെന്ന് വെക്കാൻ പറ്റിയ സിമ്പിൾ ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു ബിരിയാണിയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ശ്രദ്ധിക്കണം. അങ്ങനെ ഇതാ ലെയറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലെയറാട്ടോ ഇടുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അങ്ങനെ അത് ലാസ്റ്റത്തെ ലെയറാട്ടോ ഇടുന്നത്. അത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് ഞാൻ എടുത്ത് വെച്ച ചാറുണ്ടല്ലോ, ഞാൻ പറഞ്ഞിരുന്നില്ലേ, അത് നമ്മളിതിൻ്റെ മേലെ ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് 6 kg നെയ്യില്ലേ, ആ നെയ്യും ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ദമ്മിട്ട് വയ്ക്കണം കേട്ടോ. പിന്നെ നമ്മൾ ദമ്മിടൽ കഴിഞ്ഞാൽ ഈ ചട്ടുകം കൊണ്ട് ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം. അത് എന്ന് വെച്ചാൽ ഈ നാവി പെട്ടെന്ന് കീറാൻ നല്ലതാണ് കേട്ടോ. അത് ഇങ്ങനത്തെ ഒരു ടിപ്പ് നല്ലതാണ് ചെയ്യണത് കേട്ടോ.
അങ്ങനെ ഇതാ ദമ്മിട്ട് കേട്ടോ ഒരു 10 മിനിറ്റെങ്കിലും ദമ്മിട്ട് വെക്കണേ. അതിൻ്റെ മേലെ കുറച്ച് കനൽ ഇടണം കേട്ടോ. അപ്പോഴാണ് അടിയിലും മുകളിൽ നിന്നും ഇച്ചിരി വേവ് സെറ്റാവുള്ളൂ. ഒരു 10 മിനിറ്റ് മതി. അങ്ങനെ നമുക്ക് ഇതാ തുറന്ന് നോക്കിയാലോ. അങ്ങനെ ഇതാ ദമ്മ് എടുക്കാം കേട്ടോ. ദമ്മ് എടുക്കാനുള്ള പരിപാടിയാണ്. യെസ്, ഇതാ സെറ്റായിട്ടുണ്ട് കേട്ടോ ബിരിയാണി. അതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കണം കേട്ടോ. ചോറും ആ മസാലയൊക്കെ കൂടിയിട്ട് മിക്സ് ആക്കണം. കുറച്ച് താമസമുണ്ട് കേട്ടോ അതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി വരുമ്പോഴത്തേന്. എന്നിട്ട് നമുക്ക് ടെസ്റ്ററിന് കൊടുക്കാം. ടെസ്റ്റർ ഇതിൻ്റെ വേദു തന്നെ കേട്ടോ ടെസ്റ്റർ. ഞങ്ങളുണ്ടാക്കിയ കുറച്ച് കൂടുതലാണ്, കാരണം അംഗസംഖ്യ കൂടുതലായ കാരണം കൂടുതൽ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ എന്താ ബേസനിലേക്ക് എടുത്തു കേട്ടോ. കുറച്ച് വിളമ്പാൻ വേണ്ടിയിട്ട് ബേസനിലേക്ക് എടുത്തു. അങ്ങനെ ഇതാ വിളമ്പി. ഇനി ഇതിൻ്റെ ടെസ്റ്ററിന് കൊടുക്കട്ടെ കേട്ടോ. ഇതാ വേദോട്ട് ഞാൻ സെറ്റായിരിക്കുന്നു കേട്ടോ. നല്ല ചൂടായ കാരണം കഴിക്കാൻ പറ്റുന്നില്ലേ പറയുന്നുണ്ട്. പിന്നെ വിഷം ശ്രദ്ധിക്കേണ്ട, കാരണം ചൂട് കാരണമാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ വേദോട്ട് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, ഉണ്ടാക്കി നോക്കണം. ടാറ്റ ബൈ.